പാരാനോർമൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾക്കൊരു അബ്നോർമൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയും ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു CCTV ക്യാമറ അവിടെ വെച്ചു. അപ്പോൾ നമ്മൾക്ക് ശരിക്കും അതിനകത്തുള്ള അബ്നോർമൽ ആക്ടിവിറ്റി കാണാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു കപ്പ് അവിടുന്ന് ഇപ്പുറത്തോട്ട് നീങ്ങിയിരിക്കുന്നതായിരിക്കും. പക്ഷേ അത് CCTV ക്യാമറയിലൂടെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഗോസ്റ്റിനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഗോസ്റ്റ് ശരിക്കും നമ്മളെ ഒരു ദിവസം കൊല്ലും. അപ്പം മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാത്ത ചില ആക്ടിവിറ്റീസ് നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്ന് തോന്നിയാലും അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. കാരണം അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലല്ലോ. എന്ന് പറയുന്ന പോലെ നമുക്കൊരു ലവർ ഉണ്ട്, അവർ നമ്മളെ വിട്ട് ഒരിക്കലും പോകരുത്. അപ്പോൾ നമ്മൾ അവരെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യണം. അവരുടെ കോൾ ഹിസ്റ്ററി, ചാറ്റ്, അവരെപ്പോഴാണ് ഓൺലൈൻ വരുന്നത്, എവിടെ പോകുന്നു, ആരുടെ കൂടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ച് നമ്മൾ അവരെ ഫെഡപ്പ് ആക്കി എന്ന് വിചാരിക്കുക. അവർക്ക് നമ്മളെ കൊണ്ട് മടുത്തു. അപ്പോൾ നമ്മളെ കൊണ്ട് മടുത്തിട്ട് ആ ലവർ ശരിക്കും നമ്മളൊരു ഇട്ടിട്ട് പോകും. അപ്പോൾ ശരിക്കും നമ്മൾക്ക് നമ്മുടെ ലവർ നമ്മളെ വിട്ടിട്ട് പോവാതിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അവരെ സ്നേഹിക്കുക. അവരുടെ ഡ്രീംസും ആസ്പിറേഷൻസും എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യുകയും എംപവർ ചെയ്യുകയും അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും നോക്കുക. അതുപോലെയുള്ള കാര്യം നിങ്ങൾക്ക് തിരിച്ചും കിട്ടുന്നുണ്ടെന്ന് അഷ്യൂർ ചെയ്യുക. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഗ്രോ ചെയ്യുക. നിങ്ങൾ അവരുടെ ലൈഫിലും അവർ നിങ്ങളുടെ ലൈഫിലും ഇർറീപ്ലേസബിൾ ആയിട്ട് മാറുക. അപ്പോൾ ഒരിക്കലും അവർ നിങ്ങളെയും വിട്ടിട്ട് പോവില്ല, നിങ്ങൾ അവരെയും വിട്ടിട്ട് പോവില്ല. അല്ലാതെ മറ്റൊരാളുടെ ലൈഫിൽ ഡിസ്റ്റർബൻസ് ആവാതിരിക്കുക.